അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം ഫ്രണ്ട്സ്. ഗരം മസാലയുടെ പുതിയൊരു ഇഫ്താർ റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളതും എന്നാൽ നല്ല കിഡിലനായിട്ടുള്ള രണ്ട് ഐറ്റമാണ് കേട്ടോ. വേറൊന്നുമില്ല, നല്ല കിഡിലനായിട്ടുള്ള പിങ്ക് ലെമണേഡാണിത്. ഇതിൻ്റെ കൂടെ തന്നെ സെർവ് ചെയ്യുന്നത് ചള്ളി വടയാണ്. ചള്ളി വട എന്നാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്, ഒരു ഇന്നോവേറ്റീവ് സ്നാക്കാണ് ചള്ളി വട. പച്ചച്ചക്ക ഉള്ളിവടയാണ് ചള്ളി വട. പച്ചച്ചക്കയിലെ ചായും ഉള്ളിവടയിലെ ലായും, അങ്ങനെ ചള്ളി വട. ഞാനിങ്ങനെ ഒരു റെസിപ്പി പ്ലാൻ ചെയ്തപ്പോൾ എൻ്റെ ബ്രദറാട്ടോ ഇതിന് പേര് നിർദ്ദേശിച്ചത്. ഡിഫറെൻ്റ് ആയിരിക്കും, ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ നല്ല സ്മെല്ലും ഫ്ലേവറുമാണ് വരുന്നത്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. നമ്മുടെ ചക്ക ഫ്രൈ ഉണ്ടല്ലോ, നമ്മുടെ ചക്ക ഫ്രൈ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചള്ളിവട തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഉള്ളിവടയിൽ ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉള്ളിവട ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഉള്ളിവടയുടെ അതേ കൂട്ട് തന്നെയാണ് ഞാൻ ഈ ചള്ളിവടയ്ക്കും ഉപയോഗിച്ചിട്ടുള്ളത്. ഇഫ്താർ ടൈമിൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഷാണ് ഈ ചള്ളിവട. അതിൻ്റെ കൂടെ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ജ്യൂസാണ് ഞാൻ സെർവ് ചെയ്യുന്നത്. സാധാരണ ലെമൺ ജ്യൂസിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ ബീട്രൂട്ട് ചേർത്തിട്ടുള്ള പിങ്ക് ലെമണേഡാണിത്. നമുക്കെങ്ങനെ വളരെ ഈസി ആയിട്ട് നമ്മുടെ ഈ ചള്ളിവടയും അതുപോലെ തന്നെ പിങ്ക് ലെമണേഡും തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ 10 ചക്ക പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ പീസ് എടുത്തിട്ടുണ്ട്. 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കാം. പിന്നെ വലിയൊരു സവാള എടുത്തിട്ടുണ്ട്, ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില എടുക്കാം. ഇനി ഇവയെല്ലാം കൂടെ നമുക്ക് ചോപ്പ് ചെയ്യാം. ഇഞ്ചി നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മുടെ ചള്ളി വടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഞാനിവിടെ സ്ലൈസ് ചെയ്തെടുത്തിരിക്കുകയാണേ. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ചുകൂടെ ഐറ്റംസ് ചേർക്കണം. ഞാനിവിടെ മുളക് പൊടി ചേർക്കുകയാണ്. 1/2 ടീസ്പൂൺ മുളക് പൊടി മതി, ഒരുപാട് എരിവൊന്നും വേണ്ടല്ലോ, 1/2 ടീസ്പൂൺ മതി. അടുത്തതായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം, ഒരു പിഞ്ച് അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ അത്ര മതി മഞ്ഞൾപ്പൊടി. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് ഉപ്പാണ്. ആവശ്യാനുസരണം ഉപ്പ് ചേർക്കണം. നമുക്കിനി ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ ഉള്ളിവടയ്ക്ക് ചെയ്യില്ലേ, അതേപോലെ തന്നെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ഞെരടി പിഴിഞ്ഞെടുക്കണം. ഇത് ഈ ചക്കയും അതുപോലെ തന്നെ ഈ ഉള്ളിയും ബാക്കിയുള്ള ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയുടെയും ഒക്കെ ഒരു ഫ്ലേവർ ഇറങ്ങണം. പിന്നെ ഇതൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരികയും ചെയ്യണം. അതുവരെ നമുക്കിത് ഇങ്ങനെ ഞെരടി പിഴിഞ്ഞെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റോളം ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക തന്നെ വേണം. അങ്ങനെയെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് വരും. ഇത് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ വടയുടെ മിക്സ് ആട്ടോ. ഇത് നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ട് ഇതിന്, കാരണം ഈ പച്ചമുളകും കറിവേപ്പിലയും കൂടെ മിക്സ് ചെയ്താൽ നല്ലൊരു സ്മെല്ലല്ലേ. ഇപ്പോൾ ഇതേപോലെ തന്നെ കണ്ടോ, നല്ല ബലത്തിൽ കിടന്നിരുന്ന പച്ചച്ചക്കയാണ്, ചക്കയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൗഡർ ചേർക്കാം. ഞാനിവിടെ കടലമാവാട്ടോ ചേർക്കുന്നത്. ഇനി ഈ കടലമാവിന് പ്രത്യേക ഒരു അളവൊന്നുമില്ല കേട്ടോ. നമ്മളിതിലോട്ട് 1-2 ടേബിൾ സ്പൂൺ ചേർക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പിന്നെ മാവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ 1 ടേബിൾ സ്പൂൺ ചേർക്കുക. അങ്ങനെ ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. അതല്ലാണ്ട് ഒരുപാട് മാവ് ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ശരിക്കും ടേസ്റ്റ് കിട്ടില്ല. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ചേർത്തത്, കുറച്ചുകൂടെ ചേർക്കാം നമുക്ക് ഇതിലോട്ട്. വീണ്ടും ഞാൻ 2 ടേബിൾ സ്പൂൺ കടലമാവ് ചേർക്കണം. ഇപ്പോഴിത് 1/4 കപ്പ് കടലമാവായി. അതിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മാവ് ഒരുപാട് അങ്ങ് നിൽക്കരുത്. നമ്മൾ സാധാരണ ഒരുപാട് ഉള്ളി ചേർത്തുണ്ടാക്കുന്ന ഉള്ളിവടയുടെ മിക്സ് ഉണ്ടല്ലോ, അതേപോലെ തന്നെ കേട്ടോ വേണ്ടത്. ഇനി ഒരുപാട് ഇത് നല്ല ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കാം, അത്ര മതി. കൂടുതൽ വെള്ളം ഒഴിക്കരുത്. ഇവിടെ 1 ടീസ്പൂൺ ആട്ടോ വെള്ളം ഒഴിച്ചിട്ടുള്ള. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. കുറഞ്ഞതൊരു 3-4 മണിക്കൂറൊക്കെ ഇരിക്കണം കേട്ടോ. എന്നാലുള്ളൂ ഈ എരിവും പുളിയൊക്കെ ചക്കയിലും അതുപോലെ തന്നെ ഉള്ളിയിലൊക്കെ പിടിക്കുകയും ചെയ്യുള്ളൂ. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മിക്സായിട്ട് വരികയും ചെയ്യുള്ളൂ. നമുക്ക് ഇനി ഇത് അടച്ചു വയ്ക്കാം. നമ്മുടെ മിക്സ് കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കണം. മാവ് അധികം കാണില്ല, പക്ഷെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കാണുകയും ചെയ്യും കേട്ടോ മാവ്. ഇനി ഞാനിത് അടച്ചു വയ്ക്കാൻ കുറഞ്ഞതൊരു 3-4 മണിക്കൂറൊക്കെ അടച്ചു വയ്ക്കാം നമുക്കിത്. എന്നാലുള്ളൂ ഇതിൻ്റെ ശരിക്കുള്ളൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുക.
വേണമെങ്കിൽ ഇതിലോട്ട് മൈദയൊക്കെ ചേർക്കാം കേട്ടോ. പക്ഷെ മൈദ ഇനി ചേർക്കുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി, കൂടുതൽ ചേർക്കരുത്. കടലപ്പൊടിയിൽ വേണം ഉണ്ടാക്കാൻ, എന്നാലുള്ളൂ ശരിക്കുള്ള ടേസ്റ്റ് ഉണ്ടാവുക. അടുത്തതായിട്ട് ലെമൺ ജ്യൂസ് ഉണ്ടാക്കാം. നമുക്ക് പിങ്ക് ലെമൺ ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ പിങ്ക് ലെമൺ ജ്യൂസിന് വേണ്ടിയിട്ട് നമുക്കൊരു ബീട്രൂട്ട് എടുക്കണം. ബീട്രൂട്ടിൻ്റെ ചെറിയൊരു പോർഷൻ മതി കേട്ടോ. ഞാനൊരു ബീട്രൂട്ടിനെ 4 ആക്കിയിട്ട് മുറിച്ചെടുത്തത് 4-1 പോർഷനാണ് എടുക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് പീൽ ചെയ്തെടുക്കാം, അതിനുശേഷം ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഈ ബീട്രൂട്ട് പീൽ ചെയ്തിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ. ഒരു ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ മിക്സിയിൽ ജസ്റ്റ് ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഗ്രേറ്റർ ഇല്ലെങ്കിൽ ഞാൻ പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ബീട്രൂട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. ഞാൻ ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ്. ഇനി ഇത് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക്. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ടിൻ്റെ മിക്സ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണേ. ഒന്ന് തണുത്തതിന് ശേഷം വേണം നമുക്ക് ലെമണേഡ് റെഡിയാക്കി എടുക്കാൻ, പിങ്ക് ലെമണേഡ്. ഇനി ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്, ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ മിക്സ് എടുത്തിട്ട് ചൂടായ എണ്ണയിലോട്ട് ഇടാം. നമ്മുടെ ചള്ളി വടയ്ക്ക് വേണ്ടിയിട്ടുള്ള മിക്സായത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ചക്കയും ഉള്ളിയൊക്കെ. ഇനി നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഈ മിക്സിൽ നിന്ന് കുറേശ്ശെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക വേണ്ടേ. ഇതുപോലെ കുറച്ച് പോർഷൻ എടുക്കുക, എടുത്തിട്ട് നമുക്ക് ചൂടായ എണ്ണയിലോട്ട് മാറ്റാം. ഒരേ സമയം ഞാൻ 5 വട കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് തിരിച്ചിടാം. ഞാൻ ഈ വടയിലോട്ട് ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ല കേട്ടോ. ബേക്കിംഗ് സോഡ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, അതായത് നമ്മുടെ സോഡാപ്പൊടി എന്ന് പറയുമല്ലോ, അപ്പ സോഡ, അത് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. പക്ഷേ ഞാനിവിടെ ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ല. നമുക്കിത് തിരിച്ചിട്ടിട്ട് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം വേവിച്ചെടുക്കാം. ഇതിൽ ചക്ക പീസസൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വരട്ടെ. വിട്ടു പോകുന്നൊന്നുമില്ല കേട്ടോ. കണ്ടോ, നമ്മൾ ഒരുപാട് പൗഡേഴ്സൊന്നും ഇതിലോട്ട് ചേർത്തിട്ടില്ല, എന്നാലും വിട്ട് വരികയോ അല്ലെങ്കിൽ എണ്ണയിൽ സ്പ്രെഡ് ആകുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇതൊരു ഇന്നോവേറ്റീവ് റെസിപ്പിയാണ്. അപ്പോൾ ഉള്ളിവടയുടെ കൂടെ കുറച്ച് ചക്കയുടെ പീസസ് കൂടെ ചേർത്താൽ എങ്ങനെ ഇരിക്കുന്നതെന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ സക്സസ് ആയി. അപ്പോൾ ഇഫ്താറിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്, കോസ്റ്റ് എഫക്റ്റീവാണ്. പിന്നെ ഇപ്പോൾ ചക്കയുടെ സീസണുമാണ്. അധിക പേർക്കും കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെയാണ് ഈ ചക്ക. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റെസിപ്പി ട്രൈ ചെയ്തത്. ചക്ക ഉള്ളിവട എന്നായിരുന്നു ഞാൻ ആദ്യം പേര് സജസ്റ്റ് ചെയ്തത്. പക്ഷേ എൻ്റെ ബ്രദറാണ് കേട്ടോ ചള്ളി വട എന്ന് പേരിട്ടത്. ചക്കയിൽ ചായും ഉള്ളിവടയിൽ ലിയും, അങ്ങനെ ചള്ളി വട. അതാകുമ്പോൾ പറയാനും എളുപ്പമാണ്, ഒരു ഡിഫറെൻ്റ് ആയിരിക്കും പേരും. നമുക്കിത് തിരിച്ചിടാം. നല്ല ഉള്ളിവടയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന അതേ സ്മെല്ല് തന്നെയാണ് കേട്ടോ വരുന്നത്. അങ്ങനെ നമ്മുടെ വട ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ഉള്ളിവടയോ പോലെ തന്നെ ഗോൾഡൻ നിറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് എടുക്കാം. ഒരുപാട് വെക്കരുത്, കരിഞ്ഞു പോകുമല്ലോ. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ടുള്ളത് കടലമാവാണ്. കടലമാവ് ചേർത്താൽ പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് വരും. അപ്പോൾ ഒന്ന് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം വേണം നമുക്കിത് ഇങ്ങനെ ഒരു ഗോൾഡൻ നിറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിനി ഇത് ഒരു കിച്ചൺ ടിഷ്യൂലോട്ട് മാറ്റാം. ഇതുപോലെ ഞാൻ അടുത്ത ബഞ്ച് ഫ്രൈ ചെയ്തെടുക്കണേ. ചെറിയ പോർഷൻ എടുത്തിട്ട് നമുക്ക് എണ്ണയിലോട്ട് മാറ്റാം. ചെറിയൊരു പോർഷൻ എടുത്താൽ മതി കേട്ടോ, ഓവറായിട്ട് എടുക്കരുത്. ഉൾഭാഗമൊക്കെ കുക്കായി വരാൻ ടൈം എടുക്കും. ഇനി ഇത് ഫ്രൈ ആയി വരട്ടെ. പിങ്ക് ലെമണേഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതുകൂടാതെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 നാരങ്ങയാണ്. പിന്നെ ഒരു അര ഇഞ്ച് നീളമുള്ള ഒരു ഇഞ്ചിയുടെ പീസ് എടുത്തിട്ടുണ്ട്. ഇഞ്ചി വേണമെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. ഇനി നമുക്ക് ഈ നാരങ്ങയും അതുപോലെ തന്നെ ഇഞ്ചിയും മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം. നമുക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. 2 നാരങ്ങയായിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇഞ്ചിയുടെ പീസാണിത്, അര ഇഞ്ച് നീളമുണ്ട്. ഈ ഇഞ്ചി നമുക്കിതിലോട്ട് ചേർക്കാം. ഇനി നമുക്കിതിലോട്ട് പഞ്ചസാര ചേർക്കണം. ഓരോ ഗ്ലാസ് ജ്യൂസിലോട്ടും വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതാണ് നമ്മുടെ ഈ ജ്യൂസിലോട്ട് വേണ്ടിയിട്ടുള്ള അളവ്. എന്നാലേ ഉള്ളൂ അത്യാവശ്യം മധുരം ഉണ്ടാവുക. ഇനി കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂട്ടാട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മുടെ ജ്യൂസ് ഇതിലോട്ട് ഒഴിക്കാം. ബീട്രൂട്ട് ജ്യൂസാണിത്.
നമുക്ക് ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ ഇപ്പോഴും ചേർക്കാം, അല്ലെങ്കിൽ സെർവ് ചെയ്യുന്ന സമയത്ത് ചേർക്കാം. നമുക്ക് മിക്സി ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ ലോക്ക്ഡൗൺ ടൈമിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും കിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടുന്ന ചക്കയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല കിടിലൻ സ്നാക്സുകളൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഒരു ഇന്നോവേറ്റീവ് സ്നാക്കാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ബീട്രൂട്ടിൻ്റെയും നാരങ്ങയുടെയും ഇഞ്ചിയുടെയും പഞ്ചസാരയുടെയൊക്കെ മിക്സിനെ ഞാനൊരു ജഗ്ഗിലോട്ട് ഒഴുക്കാണ്. നല്ല ഡാർക്ക് കളറിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഞാനിവിടെ 8 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറഞ്ഞതൊരു 4 ഗ്ലാസ് ജ്യൂസെങ്കിലും നമുക്ക് ഇതിന്ന് ഉണ്ടാക്കാം കേട്ടോ. വെള്ളം ഞാൻ ജഗ്ഗിലോട്ട് ഒഴിക്കുകയാണേ. ഇവിടെ ഞാൻ 3 ഗ്ലാസ് കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ 1 ഗ്ലാസ് വെള്ളം നേരത്തെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ കളർഫുള്ളായിട്ടുള്ള ലെമണേഡ് റെഡി ആയിട്ടുണ്ട്. ഇനി മധുരം അധികമാണെന്ന് തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കാം. ഞാൻ നേരത്തെ എടുത്ത ഐറ്റംസിൽ നിന്ന് നമുക്ക് ഇത്രയും ചള്ളിവട കിട്ടിയിട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള ചള്ളിവടയും അതുപോലെ തന്നെ പിങ്ക് ലെമണേഡും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലെമണേഡിനെ സെർവിങ് ഗ്ലാസ്സിലോട്ട് എടുക്കാം. നല്ല കളർഫുൾ ആയിട്ടുള്ള ലെമണേഡ് തന്നെയാണ് കേട്ടോ. സാധാരണ നമ്മൾ കണ്ടാൽ ഉള്ളിവട പോലെ തന്നെ ഇരിക്കും കേട്ടോ. ഉള്ളൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഉള്ളിയും ചക്കയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ഒരാൾ കാണുകയാണെങ്കിൽ ഒരിക്കലും ഇത് ഒരു ചള്ളിവട, അതായത് ചക്ക ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ ഒരു വടയാണെന്ന് ഒരിക്കലും പറയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും നമ്മുടെ ഈ ചള്ളിവട ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ പിങ്ക് ലെമണേഡും വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളും വ്ളോഗ്സും വീഡിയോസും എല്ലാം ആയിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. റമളാൻ കരീം.